കേരളീയ മുസ്ലിം പരിസരം പതുക്കെ 1980കളിലേക്ക് പിന്നടക്കുകയാണെന്ന് വിചാരിക്കാവുന്ന ചില സംഭവവികാസങ്ങളാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അരങ്ങേറുന്നത്. നേരത്തെ ഇത് മുഖമില്ലാത്ത സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയാണ് ഇവ നടന്നിരുന്നതെങ്കിൽ ഇപ്പോഴത് സ്റ്റേജുകളിലേക്കും പേജുകളിലേക്കും എത്തിയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ വികാസത്തിൻ്റെ വേഗത. സമസ്തയിലെ തന്നെ മുഷാവറ അംഗമായ ലീഗിനോട് അനുഭാവം പുലർത്തി ലീഗിനോടൊപ്പം നിൽക്കുന്ന ബഹാവുദ്ദീൻ നദ്വി കൂരിയാടിനെതിരെ സമസ്തയുടെ തന്നെ പോഷക ഘടകങ്ങളുടെ ഭാരവാഹികളായ നേതൃത്വം നൽകുന്ന മറ്റു നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ പൊതുവിൽ സ്റ്റേജിൽ തന്നെ അവർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ബഹാവുദ്ദീൻ നദ്വി, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങി അവാന്തര വിഭാഗങ്ങൾക്ക് പിന്തുണ നൽകുന്നു, അവരുടെ അജണ്ടകൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പൊതു സ്റ്റേജിൽ ഈ മറുവിഭാഗം, അതായത് സമസ്തയുടെ അസ്തിത്വം സ്വതന്ത്രമായി നിലനിൽക്കണം എന്ന് വാദിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന വിഭാഗം, ഷജറ എന്ന് പൊതുവിൽ വിളിക്കപ്പെടുന്ന വിഭാഗം സ്റ്റേജിൽ തന്നെ ഇക്കാര്യങ്ങൾ പറയുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ചന്ദ്രികയും, അതായത് മുസ്ലിം ലീഗ് പക്ഷവും അടങ്ങിയിരിക്കുന്നില്ല. അവരും സർവായുധങ്ങളും എടുത്ത് പൊരുതാനുള്ള നീക്കം തന്നെയാണ് നടത്തുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ചന്ദ്രികയിൽ വന്നിരിക്കുന്ന ലേഖനം. സെപ്റ്റംബർ 28, 2025 ഇത്തരത്തിലൊരു ലേഖനം ചന്ദ്രികയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. ജാമിഅ നൂരിയയും ഷംസുൽ ഉലമയും അനാവശ്യ വിവാദങ്ങളും എന്നാണ് തലക്കെട്ട്. ടി ഹസൻ ഫൈസി കരുവാരക്കുണ്ടാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അതായത് മുമ്പ് സുപ്രഭാതത്തിൽ വന്നിരിക്കുന്ന ഒരു ലേഖനത്തിന് മറുപടി എന്നോണമാണ് ഈ ലേഖനം വന്നിരിക്കുന്നത്. ഈ ലേഖനത്തിലെ ഒരു ഖണ്ഡികയാണ് ഞാൻ വായിക്കുന്നത്. ഇതിനു മുമ്പ്, ഈ ഖണ്ഡികയ്ക്ക് മുമ്പ് സുപ്രഭാതത്തിന്റെ പേരെടുത്തു പറഞ്ഞ് അതോടൊപ്പം ആ ലേഖനത്തിന്റെ പേരെടുത്തു പറഞ്ഞാണ് വിമർശനം നടക്കുന്നത്. അതിലൊരു ഖണ്ഡികയിലേക്കാണ്. ഈ പശ്ചാത്തലത്തിലാണ് 11/9/1978 സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന ജാമിഅ കമ്മിറ്റി കോട്ടുമല ടി അബൂബക്കർ മുസ്ലിയാരെ പ്രിൻസിപ്പലായി ചുമതലയേൽപ്പിക്കുന്നത്. ഈ തീരുമാനമെടുത്ത കമ്മിറ്റിയിൽ EK ഹസൻ മുസ്ലിയാർ ഉൾപ്പെടെ 17ഓളം മുഷാവറ അംഗങ്ങൾ ഭാഗമായിരുന്നു. ഷംസുൽ ഉലമയെയും ജാമിഅ നൂരിയയെയും മുൻനിർത്തി ചിലർ നടത്തിയ രാഷ്ട്രീയ പകപോക്കലിൽ അവർ ഉന്നമിട്ടത് ശിഹാബ് തങ്ങളെയും മുസ്ലിം ലീഗിനെയുമായിരുന്നു എന്നതാണ് ഈ ലേഖനത്തിലെ ഒരു ഖണ്ഡിക. അതായത് ഷംസുൽ ഉലമയെയും ജാമിഅ നൂരിയയെയും മുൻനിർത്തി ചിലർ നടത്തിയ രാഷ്ട്രീയ പകപോക്കലിൽ, അതായത് മുസ്ലിം ലീഗിനെതിരെ രാഷ്ട്രീയ പകപോക്കലിന് ഷംസുൽ ഉലമ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ നിന്നുകൊടുത്തു എന്ന കൃത്യമായ വിമർശനമാണ് ചന്ദ്രിക ഉന്നയിക്കുന്നത്. അതായത് ഈ ലേഖനവും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളും വ്യക്തമാക്കുന്നത് ഇരു വിഭാഗവും ഒട്ടും പിന്നോട്ടില്ല, ഈ ഏറ്റുമുട്ടൽ തുടരും എന്ന് തന്നെയാണ്. പക്ഷേ നാം ഓർക്കുക, 1980കൾ എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിൽ മലബാറിൽ പ്രത്യേകിച്ചും വലിയ തോതിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായ കാലമാണ്. നിരവധി ജീവനുകൾ പോലും പൊലിഞ്ഞ ഏറ്റുമുട്ടലുകളിലേക്ക് നീങ്ങിയ ഒരു കാലമാണ്. സമാനമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് വീണ്ടും പോകുമോ എന്നത് ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് മറുപക്ഷത്തുള്ളത്, ഒരു പക്ഷത്ത് സമസ്തയും അതിൻ്റെ പണ്ഡിതന്മാരുമാണെങ്കിൽ മറുപക്ഷത്തുള്ളത് ലീഗിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ചില ആളുകളാണ്. നമുക്കറിയാം, മറ്റു സംഘടനകളെ അപേക്ഷിച്ച് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലനിൽപ്പിന് സർവ്വ വഴികളും തേടുന്നവരാണ്. ഇത്തരത്തിലുള്ള എല്ലാ വഴികളും രണ്ടു വിഭാഗവും തേടുന്ന സമയത്ത് അത് രൂക്ഷമായ ഏറ്റുമുട്ടലുകളിലേക്കും തുടർന്നുള്ള സംഘർഷങ്ങളിലേക്കും പോകും. ഇത് നമ്മുടെ നാടിനും നമ്മുടെ മഹല്ലുകളെയും ബാധിക്കും എന്നത് നമുക്ക് വ്യക്തമാണ്.